തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി കർത്തൃസന്നിധിയിൽ ആയിരിക്കാനും ഈ പരിശുദ്ധൻ്റെ വിശുദ്ധി വിളങ്ങി നിൽക്കുന്ന ഈ ഭൂമിയിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒരു ക്രിസ്മസ് കാലം കൂടെ നമ്മെ തേടി വരികയാണ്. ആഘോഷ തിമിർപ്പുകളുടെ മധ്യത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പ്രാധാന്യമേറുമ്പോൾ ക്രിസ്തു വിസ്മരിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ശാന്തമായി ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. തോരണങ്ങളും പടക്കങ്ങളും വെടിക്കോപ്പുകളുമൊക്കെ ഈ ക്രിസ്മസിന് ചാരുത നൽകുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിപ്പാൻ തക്കവണ്ണം നാം ഇടമൊരുക്കിയിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. സാധാരണയായി ക്രിസ്മസ് കരോൾ സർവീസുകളിലൊക്കെ പാടുന്ന ഒരു ഗീതമാണ് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്, ഓൾ ഈസ് കാം ഓൾ ഈസ് ബ്രൈറ്റ് എന്ന് പറയുന്ന ഗാനം എല്ലാ ക്രിസ്മസ് സന്ധ്യകളിലും പാടുന്ന ഒരു ഗീതമാണ്. എന്നാൽ 2000 വർഷത്തിന് പിന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇസ് ഇറ്റ് എ സൈലന്റ് നൈറ്റ്? അതൊരു ശാന്തരാത്രിയായിരുന്നോ, ഒരു നിശബ്ദ രാത്രിയായിരുന്നോ എന്ന് ശാന്തമായിട്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ പ്രക്ഷുബ്ധമായ ഒരു രാത്രി, ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ തക്കവണ്ണം ഇടം അന്വേഷിച്ച് നടക്കുന്ന ഒരു മാതാവിൻ്റെ, ഒരു പിതാവിൻ്റെ വേദന നിറഞ്ഞ രാത്രിയായിരുന്നില്ലേ അത്? പുൽക്കൂട്ടിൽ കുഞ്ഞിന് ജന്മം നൽകുവാൻ തക്കവണ്ണം പശുത്തൊഴുത്തിൽ ഇടം കണ്ടെത്തുന്ന വിധി ഉണ്ടാകുന്ന ഒരു മാതാപിതാക്കളുടെ രാത്രിയല്ലേ ആ രാത്രി? ഈ ശിശുവിനെ തേടി വരുന്ന വിദ്വാൻമാർക്ക് വഴിതെറ്റിപ്പോകുന്ന ഒരു രാത്രിയായിരുന്നില്ലേ ആ രാത്രി? ഈ വഴിതെറ്റൽ അനേക കുഞ്ഞുങ്ങളുടെ ജീവൻ അപഹരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന, അനേക കുഞ്ഞുങ്ങളുടെ ദീനരോദനം കേൾക്കുന്ന ഒരു രാത്രിയായിരുന്നില്ലേ ആ രാത്രി? ഇങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു രാത്രിയിൽ എങ്ങനെയാണ് അതിനെ സൈലന്റ് നൈറ്റ്, ശാന്തരാത്രി, വിശുദ്ധരാത്രി എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു ജനിക്കണമെങ്കിൽ അല്പം പ്രക്ഷുബ്ധതകൾ ഉണ്ടാകേണ്ട ആവശ്യകതയും, പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ മാത്രമേ, പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യത്തിൽ മാത്രമേ നാം ദൈവത്തെ അറിയുവാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലെങ്കിൽ, പ്രശ്നങ്ങളില്ലെങ്കിൽ നാം ദൈവത്തെ തേടി പോകാറില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പലരും പലപ്പോഴും ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുന്നത്. ആ വിശുദ്ധ രാത്രി, ആ ശാന്തരാത്രി, അന്ന് ക്രിസ്തു ആ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ജനിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഡിസ്റ്റർബിംഗ് ഡേ, ക്രിസ്തു ജനിക്കുന്ന ദിവസം, ക്രിസ്മസ് നമുക്ക് ഒരു ഡിസ്റ്റർബിംഗ് ഡേ ആയിട്ട് തീരണം. നമ്മുടെ ഉള്ളിൽ അശാന്തി ഉളവാക്കുന്ന ഒരു ജന്മം, അതൊരു ത്യാഗത്തിൻ്റെ ജന്മമായിരുന്നു. ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സ്വയം താഴ്ത്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം താഴ്ത്തപ്പെട്ട ഒരു രാത്രിയാണ് ക്രിസ്മസ് രാത്രി എന്ന് പറയും. അതുകൊണ്ട് ക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ഒരുക്കിയെടുക്കാം. ആ ഹൃദയ പുൽക്കൂടുകളെ നമുക്കൊന്ന് രൂപപ്പെടുത്തിയെടുക്കാം. ഈ ദിവസം ഈ പരിശുദ്ധന്റെ കബറിടത്തിലിരിക്കുമ്പോൾ യഥാർത്ഥമായി നാം ക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയതലങ്ങളെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. ആഘോഷത്തിമിർപ്പിൽ കോടികളുടെ കണക്കിനിയും വരാനിരിക്കുന്നു. കേരളം കുടിച്ചു തീർക്കുന്ന കള്ളിൻ്റെയും ചാരായത്തിൻ്റെയും കണക്ക് ഇനിയും വരാനായിട്ട് ഇരിക്കുന്നു. കോടികളുടെ കണക്കുകൾ ആഘോഷ തിമിർപ്പിൽ നിരത്താനായിട്ട് വരുന്നതേയുള്ളൂ. അപ്പോൾ
ഈ ആഘോഷങ്ങളിൽ മുങ്ങിപ്പോകുന്ന ഒരു ക്രിസ്മസ് ആയി തീരാതെ ക്രിസ്തു യഥാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ആമുഖമായിട്ട് ക്രിസ്തു ജനനത്തിൻ്റെ, ആ തിരുജനനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പഴയ നിയമ ചരിത്ര പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകമെന്ന് വിവരിക്കാവുന്ന നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. വളരെ പ്രത്യാശ നിർഭരമായ ഒരു വാക്യമാണിത്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ചരിത്രപരമായ പശ്ചാത്തലം എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാബിലോണിയ പ്രവാസകാലത്ത് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെടുന്ന ദൈവജനം പ്രവാസത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് സ്വന്തം പട്ടണമായ യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ ഏതാണ്ട് 3 ഘട്ടങ്ങളിലായിട്ടാണ്, 3 നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ജനം കടന്നു വരുന്നത്. അതിനു മുമ്പ് BC 586 ബാബിലോണ്യ രാജാവായ നെബൂഖദ്നേസർ ഇവരെ പിടിച്ചുകൊണ്ടുപോയി ബാബിലോൺ പ്രവാസികളാക്കി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 70 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം യെരുശലേമിലേക്ക് മടങ്ങി വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 3 ഘട്ടങ്ങളായിട്ട് 3 നേതൃത്വങ്ങളുടെ നേതൃത്വമാണ് ഇവരെ ബാബിലോണിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമതായിട്ട് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യെരുശലേമിലേക്ക് വരുന്നു. ഈ സംഘമാണ് യെരുശലേമിൽ തകർന്നു കിടന്ന ദേവാലയം പുനർനിർമ്മിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഈ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അവരുടെ സ്പിരിച്വലും സോഷ്യലുമായിട്ടുള്ള അവരുടെ സെക്യൂരിറ്റി ഉറപ്പിക്കുന്ന, അവരുടെ സംരക്ഷണം ഉറപ്പിക്കുന്ന, അവരുടെ ആത്മീയവും അവരുടെ സാമൂഹികവുമായ സംരക്ഷണം ഉറപ്പിക്കുവാൻ തക്കവണ്ണം അവർ ദേവാലയം നിർമ്മിക്കുന്നു. യെരുശലേം ദേവാലയം പുനരുദ്ധരിക്കുകയാണ്. എന്നാൽ ഏതാണ്ട് 100 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വന്നു അവർക്ക് ആ യെരുശലേം പട്ടണത്തിന് ചുറ്റുമുള്ള മതിലുകൾ ക്രമപ്പെടുത്തുവാൻ, ആ രാജ്യം സംരക്ഷിക്കുവാൻ തക്കവണ്ണം, ആ രാജ്യത്തിന് ഒരു വേലി കെട്ടുവാൻ തക്കവണ്ണം, ആ രാജ്യത്തിന് തകർന്നു കിടക്കുന്ന വാതിൽപ്പടികളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം, ശത്രുക്കൾ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാതിരിപ്പാൻ തക്കവണ്ണം, അതിന് മതിലുകൾ കെട്ടുവാൻ തക്കവണ്ണം ഏതാണ്ട് 100 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ഈ മതിലുപണിക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് നെഹമ്യാവ്. വളരെ പ്രശ്ന കലുഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്കാണ് ഈ നെഹമ്യാവ് എഴുന്നേറ്റ് അവന്റെ ജനമായ നമ്മൾ ഇത് എഴുന്നേറ്റ് പണിയുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി, പൂർണ്ണ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് നെഹമ്യാവ് കടന്നു വരുന്നു. ഈ നെഹമ്യാവിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ്. ആ ജീവിതത്തിലെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് ഈ പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നെഹമ്യാവിന്റെ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത, നെഹമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഈസ് എ മാൻ ഓഫ് പ്രെയർ. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനാ മനുഷ്യർക്ക് പ്രതിസന്ധികളിൽ വീണുപോകാതെ, തളർന്നു പോകാതെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാലും പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുഖ്യ അജണ്ട. പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നയിച്ച പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. പ്രാർത്ഥനയോടെ കാര്യങ്ങളെ നേരിടുമ്പോൾ, പ്രാർത്ഥനയോടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ശക്തി, ആ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ആർജവം ദൈവം നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെരുശലേമിന്റെ ശോചനീയമായ അവസ്ഥ, യെരുശലേമിലേക്ക് അനേക ആളുകൾ കടന്നു കയറുന്നത് കൊണ്ട്
യെരുശലേമിനുണ്ടാകുന്ന ഒരു നാശം, അവരുടെ ആത്മീയമായ മൂല്യച്യുതി. കാരണം അനേക വിജാതികർ ഈ യെരുശലേമിലേക്ക്, അവരുടെ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നു. ഈ വിജാതീയരായ മനുഷ്യര് അവരുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ മറ്റു രീതിയിലുള്ള ജീവിത ശൈലികൾ, തെറ്റായ ജീവിത ശൈലികൾ, സത്യദൈവമായ യഹോവയെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി ആ ജനം തുടരുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനൊരു തടസ്സമുണ്ടാക്കുവാൻ തക്കവണ്ണം, അതിനൊരു തടയിടുവാൻ തക്കവണ്ണം നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം അവിടെ രൂപപ്പെടുകയാണ്. ഇവിടെ 1-ാം അധ്യായം, നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ശേഷിപ്പ്, മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് നെഹമ്യാവ് മനസ്സിലാക്കുന്നു. 1-ാം അധ്യായം 4-ാം വാക്യം, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്നു കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉപവസിച്ചും ദുഃഖിച്ചും ഇരുന്നു കൊണ്ട് സ്വർഗത്തിലേക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായ നെഹമ്യാവിനെ നമ്മളിവിടെ കാണുന്നു. ഒരു അനുതാപത്തിന്റെ പ്രാർത്ഥന. ജനം അവിടുത്തെ സന്നിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു മാറി അവരുടെ ജീവിത ശൈലികളിലേക്ക് പോകുമ്പോൾ, കർത്താവെ, ഈ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമേ എന്ന് ഈ നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കർത്താവെ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ തരണമേ എന്ന് ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ പ്രാർത്ഥനയ്ക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യം എന്ത്? ഇന്ന് കുടുംബ പ്രാർത്ഥനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഇന്ന് സീരിയലുകൾക്കാണ് പ്രധാനപ്പെട്ട ഒരു റോള് എന്ന് പറയും. സീരിയലുകളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രാർത്ഥന എന്നതിനെക്കുറിച്ച് നാം ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇപ്പോഴേ നമ്മൾ ചൊല്ലിയതായ ബോവൂസോ, അപ്രേമിൻ്റെ മെമ്മറ വളരെ അർത്ഥവത്തായ ഒരു മെമ്മറായാണ്. നമ്മെ തന്നെ പ്രാർത്ഥനാപൂർവം ദൈവത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ചൊവ്വാഴ്ച ശീമ നമസ്കാരത്തിൽ ഒരു ബോവൂസോയുണ്ട്. ഇപ്രകാരം ശിവ നമസ്കാരത്തിൽ കാണുന്ന ഒരു പ്രാർത്ഥിക്കാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോട് ഏകാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിരിക്കണം. നാം ഇവിടെ വന്നിരിക്കുമ്പോൾ പോലും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. അവിടെ പാട്ടുകാരൻ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോട് ഏകാഗ്രം. ഉള്ളിൽ സന്താപം നിറയണം, ഉള്ളിൽ അനുതാപം നിറയണം, ഉള്ളിൽ സങ്കടം നിറയണം. സന്താപത്തോട് ഏകാഗ്രം, ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിരിക്കണം. നമ്മുടെ ആരാധനകളിൽ നാം പങ്കുകൊള്ളുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ എത്രമാത്രം സന്താപത്തോടെയാണ്, എത്രമാത്രം ഏകാഗ്രതയോടെയാണ് നാം പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്നത് എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ഈ ദിവസം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഈ പരിശുദ്ധന്റെ കബറിടത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്താപത്തോടെ ഏകാഗ്രതയോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ആകുല ചിന്തകൾ, നമ്മെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മാറാവ്യാധികളൊക്കെയാണോ നമ്മെ അലട്ടുന്നത്? അതെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. അവിടെ സന്താപത്തോടെ ഏകാഗ്രം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും എന്നാണ് നെഹമ്യാവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത. നെഹമ്യാവിനെ നമ്മൾ പരിചയപ്പെടുന്നത് നെഹമ്യാവ് പേർഷ്യൻ രാജാക്കന്മാരുടെ ശീതകാല വസതിയായ ശൂഷാൻ രാജധാനിയിലെ ഒരു പാനപാത്രവാഹകന, ഒരു കപ്ബേററ. ആ കപ്ബേററുടെ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ ജോലിയാണ്. ഒരു രാജാവിന് പാനപാത്രത്തിൽ വീഞ്ഞു പകർന്നു കൊടുക്കുക എന്നുള്ള ജോലിയാണ്. പക്ഷെങ്കിൽ അല്പം കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് നെഹമ്യാവിനുള്ളത്. കാരണം നെഹമ്യാവിന് ആ രാജകൊട്ടാരത്തിലെ രാജാവിൻ്റെ സംരക്ഷണത്തിൻ്റെ ചുമതലയോടെ ഉണ്ട്. കാരണം രാജാവിന് നൽകുന്ന
ഓരോ ഭക്ഷണപാനീയങ്ങളും രുചിച്ചു നോക്കി അതിൽ വിഷം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ രാജാവിന് നൽകുവാനായിട്ട് കൽപ്പനയുള്ളൂ. അതുകൊണ്ട് തന്നെ രാജസന്നിധിയിൽ നൽകുന്നതായ ഭക്ഷണപാനീയങ്ങൾ രുചിച്ചു നോക്കി രാജാവിന് ദോഷം ചെയ്യുന്നതാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ രാജാവിന് നൽകുവാനായിട്ട് പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം കൈയാളുന്ന ഇവിടെ നെഹമ്യാവിനെ കുറിച്ച് പറയുന്നത് രാജാവിൻ്റെ അല്പപ്രീതി വാത്സല്യങ്ങൾക്ക് മുഖാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഇടയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നെഹമ്യാവിനോട് ചോദിക്കുന്നു, എന്താ നെഹമ്യാവേ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താ നെഹമ്യാവേ? നമുക്കറിയാം, നമുക്ക് അല്പം പ്രിയമുള്ളവരുടെ മുഖമൊന്ന് മാറിയാൽ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. രാജാവുമായിട്ട് അത്ര ബന്ധമുള്ള ഒരു വ്യക്തി മാത്രം, സാധാരണ ഒരു തൊഴിലാളി മാത്രമാണ്, രാജസന്നിധിയിലെ ഒരു വേലക്കാരൻ മാത്രമാണ് നെഹമ്യാവ്. പക്ഷെങ്കിൽ ആ വേലക്കാരൻ്റെ മുഖഭാവത്തിനുണ്ടായ മാറ്റം തിരിച്ചറിയുവാൻ തക്കവണ്ണം രാജാവിന് സാധിച്ചു. ആ രാജസന്നിധിയിൽ നെഹമ്യാവ് തൻ്റെ ദുഃഖം പറയുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നാണ് ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. രാജാവിനോട് നെഹമ്യാവ് ഉത്തരം പറയുവാനായിട്ട് മുതിരുമ്പോൾ പോലും പ്രാർത്ഥനയോടെ ആ കാര്യം അവതരിപ്പിക്കുവാൻ തക്കവണ്ണം നെഹമ്യാവിന് സാധിച്ചു എന്ന് ഇവിടെ ഈ വേദഭാഗം സാക്ഷിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആ കാര്യം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ രാജസന്നിധിയിൽ ഈ കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് അനുകൂലമായ ഒരു നിലപാട് കൈക്കൊള്ളുവാൻ തക്കവണ്ണം പ്രാപ്തനായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നെഹമ്യാവിൻ്റെ ഈ പുസ്തകം പരിശോധിച്ചാൽ ഏതാണ്ട് 13 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ 13 അധ്യായങ്ങളിലായിട്ട് 8 പ്രാർത്ഥനകൾ നെഹമ്യാവ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. തുടർച്ചയായിട്ട് 8 പ്രാവശ്യമാണ് നെഹമ്യാവ് ഒന്നാമതായിട്ട് പ്രാർത്ഥന കാണുന്നത് 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിലാണ്. യെരുശലേമിന്റെ ദാരുണമായ അവസ്ഥയെ കണ്ട് ദുഃഖിക്കുന്ന നെഹമ്യാവ് ദൈവസന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് 1-ാം ഭാഗത്ത്, 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. രാജസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, രാജാവിനോട് കാര്യം ബോധിപ്പിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നെഹമ്യാവ് നടത്തുന്നതായ പ്രാർത്ഥന. മൂന്നാമതായിട്ട് 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലാണ്. പരിഹാസികൾ തൻ്റെ ചുറ്റും കൂടിക്കൊണ്ട് തൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പരിഹാസികൾ തന്നെ പരിഹസിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥന നടത്തുന്നവനായ നെഹമ്യാവ്. 4-ാമതായിട്ട് വീണ്ടും 5-ാം അധ്യായം 19-ാം വാക്യം, ജനത്തിനു വേണ്ടി ചെയ്ത കാര്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ സ്തുതികൾ അർപ്പിക്കുന്ന നെഹമ്യാവിനെ നമ്മൾ കാണുന്നു. വീണ്ടും 5-ാമതായിട്ട് 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ തനിക്ക് എതിരായി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ക്രൂശിൽ നടത്തിയതായ പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്യുന്നത് എന്ത് അറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നെഹമ്യാവ് അവിടെ പ്രാർത്ഥന നടത്തുകയാണ്. തന്നെ ദ്രോഹിക്കുന്നവരെ കുറിച്ച് ഓർത്ത് തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായ നെഹമ്യാവിനെ 5-ാമതായി കാണുന്നു. 6-ാമതായിട്ട് യെരുശലേം ദേവാലയത്തിൽ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വീണ്ടും സ്തുതികൾ അർപ്പിക്കുന്ന 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെ 8-ാമതായിട്ട് വീണ്ടും കാണുന്നു, ശത്രുക്കൾ പൗരോഹിത്യത്തെ ദുഷിച്ചപ്പോൾ വീണ്ടും ദൈവസന്നിധിയിലെ പ്രാർത്ഥന. അങ്ങനെ 8 പ്രാർത്ഥനകളാണ്. നിരന്തരമായി ദൈവസന്നിധിയിലെ പ്രാർത്ഥന നടത്തുന്നവനായ നെഹമ്യാവിനെ നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൽ ഒരു സ്ത്രീ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന കണ്ടുനിന്ന ഏലി പുരോഹിതൻ പറയുന്നു, ഈ സ്ത്രീ മദ്യപിച്ചിട്ട് കടന്നു വന്നിരിക്കുക. മദ്യപിച്ചിട്ട് വന്ന് ജൽപ്പനം നടത്തുന്ന സ്ത്രീയായിട്ടാണ് ഏലി പുരോഹിതൻ കാണുന്നത്. എന്നാൽ ആ സ്ത്രീ പറയുന്നു, ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ പകരുകയാണ് ചെയ്തത്. യജമാനനെ ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ പകരുന്ന അനുഭവമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തെ പകരുന്ന പ്രാർത്ഥനകളാണോ? പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുന്ന അനുഭവം ഉണ്ടാകണം. ദൈവമേ അവിടുത്തെ ഹിതം പോലെ എന്നെ നടത്തിക്കൊള്ളണം. സാധാരണ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാകും. വലിയൊരു ലിസ്റ്റുമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക്, പരിമലപ്പള്ളിയിലെ പരിശുദ്ധന്റെ കബറിടത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്കൊരു വലിയ ലിസ്റ്റ് ഉണ്ടാകും.
ഈ ലിസ്റ്റ് എല്ലാം നമുക്ക് സാധിപ്പിച്ചു തരണമേ, സാധിപ്പിച്ചു തരണമേ, സാധിപ്പിച്ചു തരണമേ എന്നാണ് ഈ പരിശുദ്ധന്റെ ഖബറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അവനോട് പ്രാർത്ഥിക്കേണ്ടത് അവിടുത്തെ ഹിതം പോലെ എന്നെ നടത്തണം. നമ്മൾ പാടാറുണ്ട്, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. എത്ര പേര് അർത്ഥം മനസ്സിലാക്കിയാണ് അത് പാടുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കും. എൻ്റെ ഹിതമനുസരിച്ച് എന്നെ നടത്തണമേ എന്നാണ് നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നും അവിടെ നിരത്തേണ്ടതായ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഹൃദയത്തെ പകരുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കൃപകൾ ലഭിക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ദൈവവുമായിട്ട് ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. അവിടെയാണ് ഈ സമർപ്പണത്തിന് പ്രാധാന്യമേറുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയായിട്ട് അർപ്പിക്കാൻ ഇടയാക്കണമെന്ന് നമ്മൾ പാടാറുണ്ട്. എന്നാൽ അത് യഥാർത്ഥ കാഴ്ചയായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മജി അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രമായി അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്, ഐ ഹാവ് നെവർ വർക്ക് വിത്തൗട്ട് പ്രെയർ. ഞാൻ ഇതുവരെയും ഒരു പ്രവൃത്തിയും പ്രാർത്ഥനയില്ലാതെ ചെയ്തിട്ടില്ല. ഐ ഹാവ് നെവർ പ്രേ വിത്തൗട്ട് വർക്ക്. ഒരു പ്രാർത്ഥനയും പ്രവൃത്തിയില്ലാതെ ചെയ്തിട്ടില്ല. ഐ വിൽ കണ്ടിന്യൂ ഇൻ പ്രെയർ ആൻഡ് വർക്ക്. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം തൻ്റെ ജീവിത ചരിത്രത്തിൽ പറയുന്നുണ്ട്. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ അതാണ് കാണുന്നത്. ഈ 8 ഭാഗങ്ങൾ പരിശോധിച്ചാലും ഈ 13 അധ്യായങ്ങളിൽ 8 ഭാഗങ്ങളിലും നെഹമ്യാവിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബേസ്മെന്റ് എന്ന് പറയും. ഈ ബേസ്മെന്റിലാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. ഈ ബേസ്മെന്റിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ അവിടെ ദൈവ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തും. ഒരു നദി പോലെ, ഒരു പ്രവാഹം പോലെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവകൃപ എത്തിച്ചേരണമെങ്കിൽ, ഒഴുകിയെത്തണമെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് ഉണ്ടാകണം. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത, ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. നമ്മൾ സാധാരണ ടീച്ച് ചെയ്യുന്നവരെ എന്ത് വിളിക്കും? ടീച്ചർ എന്ന് വിളിക്കും. ലോ കൈകാര്യം ചെയ്യുന്നവരെ എന്ത് വിളിക്കും? ലോയർ എന്ന് വിളിക്കും. പ്രാർത്ഥിക്കുന്നവരെ അപ്പോൾ എന്താണ് വിളിക്കേണ്ടത്? പ്രെയർ എന്ന് തന്നെ വിളിക്കണം. കാരണം പ്രാർത്ഥന നടത്തുന്നവരെ സ്വയം പ്രാർത്ഥനയായിട്ട് തന്നെ നാം തീരണം എന്നുള്ളതാണ്. സ്വയം പ്രാർത്ഥിക്കുന്നവനെ പ്രെയർ എന്ന് തന്നെ വിളിക്കണം. സ്വയം പ്രാർത്ഥനയായിട്ട് തീരുന്ന ഒരു ബലിയും ബലിവസ്തുവും ബലി അർപ്പിക്കുന്നവനും എല്ലാം നാം തന്നെ ആയിത്തീരുമ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഒന്നാമതായിട്ട് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കണ്ട പ്രത്യേകത, അവനൊരു പ്രാർത്ഥനാ മനുഷ്യൻ. ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. രണ്ടാമതായിട്ട് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കാണുന്ന വലിയ പ്രത്യേകത, ഹി വാസ് മാൻ ഓഫ് ടീയേഴ്സ്. കണ്ണുനീരിൻ്റെ ഉടമയായിരുന്നു. എന്ത് ആവശ്യവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കണ്ണുനീരോടെ സമർപ്പിക്കുന്ന നെഹമ്യാവിനെ നമ്മൾ കാണുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. മരുഭൂമിയിലെ പിതാക്കന്മാരിൽ ഒരുവനായ ജോൺ ക്ലിമാക്കസ് എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ അസെൻഡിങ് ടു ഹെവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വർഗത്തിലേക്ക് കയറുവാനുള്ള ഗോവേണി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറയുന്ന ഒരു വിവരണം വളരെ ശ്രദ്ധേയമാണ്. എങ്ങനെയാണ് യാചിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത്, ആസ്ക് വിത്ത് ടീയേഴ്സ്.
ഒന്നാമതായിട്ട് അദ്ദേഹം പറയാം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നതിന് എങ്ങനെ യാചിക്കണം? കണ്ണുനീരോടെ യാചിക്കണം. ആസ്ക് വിത്ത് ടീയേഴ്സ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നു, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. സീക്ക് വിത്ത് ഒബീഡിയൻസ്. വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ അന്വേഷിക്കുക. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അന്വേഷിക്കുമ്പോൾ അതിന് പ്രതിഫലം കിട്ടും. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നു, മുട്ടുവിൻ നിങ്ങൾക്ക്. നോക്ക് വിത്ത് പേഷ്യൻസ്. ഇന്ന് നമുക്കില്ലാതെ പോകുന്ന ഒരു സംഗതിയാ പേഷ്യൻസ്. നമുക്ക് പേഷ്യൻസ് ഇന്ന് നഷ്ടപ്പെട്ടു പോയി. എല്ലാം പെട്ടെന്ന് വേണം. അതെവിടെ കിട്ടുന്നോ അവിടെ നമ്മൾ ഓടിപ്പോകാനായിട്ട് തയ്യാറാണ്. ഇന്ന് ഒത്തിരി നവബെന്തക്കോസ് പ്രസ്ഥാനങ്ങളൊക്കെ ഉടലെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓടി വന്നാൽ ഉടനെ സൗഖ്യം നൽകി വിടുന്ന അനേക പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ പരക്കം പാഞ്ഞു നടക്കുക. ഇവിടെ പിതാക്കന്മാർ പറയുന്നത്, നമ്മുടെ സഭാപിതാക്കന്മാരെല്ലാം പഠിപ്പിക്കുന്നത്, നോക്ക് വിത്ത് പേഷ്യൻസ്. ക്ഷമയോടെ കാത്തിരുന്നാൽ നിനക്ക് ദൈവമഹത്വം കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് കണ്ണുനീര് നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇന്ന് സന്ധ്യാസമയങ്ങൾ മിക്ക സ്ത്രീകളും കണ്ണുനീർ തൂകാറുണ്ട്. എവിടെയാണ്? സീരിയലുകളുടെ മുമ്പിലാണ് ഇന്ന് കണ്ണുനീർ തൂകുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം കണ്ണുനീർ തൂകുവാനായിട്ട് ഇന്ന് മറന്നുപോയിരിക്കുന്ന, കണ്ണുനീർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ, പണ്ടൊക്കെ കുർബാന പടിഞ്ഞാട്ടോട്ട് എടുക്കുമ്പോൾ കുറച്ച് നരച്ച തലകളുണ്ടാകും. ഈ നരച്ച തലകളുടെ കണ്ണുകളിൽ നിന്ന് തൂകുന്ന കണ്ണുനീർ അനുഗ്രഹത്തിന്, തലമുറകളുടെ അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ടുണ്ട്. ഇന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് നോക്കും. ഞാൻ കരഞ്ഞാൽ ആരെങ്കിലും കാണുമോ എന്ന് നോക്കിയിട്ടേ നമ്മൾ സാധാരണ കരയാറുള്ളൂ. ഇന്ന് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പണ്ട് അഭിമാനമല്ല, നിലവിളിയാണ് കേൾക്കുന്നത്. വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എടുക്കുമ്പോൾ ദേവാലയങ്ങളിൽ നിന്ന് നിലവിളികൾ ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു. ഇന്ന് അല്പം ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചാൽ പ്രശ്നമായി തീരുന്ന, അല്ലെങ്കിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നു, ആസ്ക് വിത്ത് ടീയേഴ്സ്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ യാചിക്കുക. രണ്ടാമത്, ഇന്ന് വിശ്വാസമില്ല. പരസ്യത കാണുന്നുണ്ട്, വിശ്വാസം അതല്ലേ എല്ലാം. പക്ഷേ ഇന്ന് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത് നടക്കുമോ? ഇത് സംഭവിക്കുമോ? വിശ്വാസമില്ല. അതുകൊണ്ട് എവിടെ വേണേലും നമ്മൾ പോകാനായിട്ട് ഇന്ന് തയ്യാറാണ്. അതുകൊണ്ട് രണ്ടാമതായിട്ട് പറയുന്നു, ജോൺ ക്ലിമാക്കസ് പറയുന്നു, ഒബീഡിയൻസ്. സീക്ക് വിത്ത് ഒബീഡിയൻസ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാം അന്വേഷിക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് പറയുന്നു, നോക്ക് വിത്ത് പേഷ്യൻസ്. ആ ഒരു പേഷ്യൻസിൽ, ആ ഒരു ക്ഷമയില് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഒരു ദേവാലയത്തിലും ആരും പറയത്തില്ല, ഇപ്പം നിങ്ങൾക്ക് രോഗശാന്തി തന്നേക്കാമെന്ന്, ഇപ്പം സൗഖ്യം തന്നേക്കാമെന്ന് ഒരു വൈദികരും സാധാരണ പറയാറില്ല. കാരണം ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട കൃപയാണ് അത്. ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളാണ് അത്. ക്ഷമയോടെ കാത്തിരുന്ന് പ്രാപിക്കുവാനുള്ള ഒരു ആർജവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം കാര്യം സാധിപ്പിച്ചു തരും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അവൻ്റെ സന്നിധിയിൽ അടുത്തു വരേണ്ടത് കണ്ണുനീരോടെ അടുത്തു വരിക, ക്ഷമയോടെ അടുത്തു വരിക, വിശ്വാസത്തോടെ അടുത്തു വരിക. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. 126 സങ്കീർത്തനം 5 വാക്യത്തിൽ നമ്മൾ കാണുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ചൊവ്വാഴ്ച സൂതാര പ്രാർത്ഥനയിൽ വിശുദ്ധ യാക്കോബിന്റെ ഒരു ബോസയുണ്ട്. ബാഷ്പം മൂലം മുഖമത്യന്തം പങ്കിലമാക്കി വിങ്ങിക്കേഴും പാതകി പാർത്താൽ ഹാ കമനീയൻ. ഒത്തിരി പ്രസിദ്ധമായ ബ്യൂട്ടി പാർലറുകൾ നിന്നുണ്ട്. ഈ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാതെ ലഭിക്കുന്ന ഒരു സൗന്ദര്യത്തെ കുറിച്ച് വിശുദ്ധനായ യാക്കോബ് പറയുകയാണ്, ബാഷ്പം മൂലം മുഖമത്യന്തം പങ്കിലമാക്കി വിങ്ങിക്കേഴും പാതകി പാർത്താൽ ഹാ കമനീയൻ. എന്തു മനോഹരമാണ് കണ്ണുനീരുകൊണ്ട് തൻ്റെ മുഖത്തെ പങ്കിലമാക്കിയ കണ്ണുനീര്. നമുക്കറിയാം, കരയുമ്പോൾ നമ്മുടെ മുഖം ചുവന്ന് തുടിക്കും. ഈ സൗന്ദര്യത്തെ കുറിച്ചാണ് വിശുദ്ധനായ യാക്കോബ് വർണ്ണിക്കുന്നത്. ബാഷ്പം മൂലം മുഖമത്യന്തം പങ്കിലമാക്കി വിങ്ങിക്കേഴും പാതകി പാർത്താൽ ഹാ കമനീയൻ. രണ്ടാമത് അദ്ദേഹം പറയാണ്, മൂല്യം കൂടും രത്നത്തേക്കാൾ പാരം കാമ്യം താപത്താലെ
പാതകി തൂകും കണ്ണുനീർത്തുള്ളി. ഒത്തിരി രത്നക്കല്ലുകൾ ഒത്തിരി വില കൊടുത്ത് നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും. ആ രത്നക്കല്ലുകളെക്കാളും വിലയേറിയ ഒരു വസ്തുവാണ് പാതകി തൂകുന്ന, പാപി തൂകുന്ന കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, മൂല്യം കൂടും രത്നത്തേക്കാൾ ഭാരം കാമ്യം താപത്താലെ പാതകി തൂകും കണ്ണീർത്തുള്ളി. വീണ്ടും അദ്ദേഹം പറയുകയാണ്, നീ അനുതാപത്തെ ചിത്രമതാക്കാൻ നോക്കുന്നെങ്കിൽ വർണ്ണഛായം കൈക്കൊള്ളേണ്ട കണ്ണീരേൽക്കൂ. നീ അനുതാപത്തെക്കുറിച്ച് ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് ഒരു വർണ്ണഛായവും എടുക്കേണ്ട. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഒരു മനോഹരമായ ചിത്രം പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ബേബി ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിത്രം വരയ്ക്കുവാനായിട്ട് അദ്ദേഹത്തിന് അനേക എണ്ണച്ചായങ്ങൾ ആവശ്യമായിട്ട് വന്നു. ഈ ചിത്രം വരയ്ക്കുവാനായിട്ട് അനേക നിറഭേദങ്ങൾ അദ്ദേഹം നിറങ്ങൾ ചാലിച്ചെടുത്താണ് ഈ ചിത്രം രചിച്ചിരിക്കുന്നത്. ഇവിടെ വിശുദ്ധനായ യാക്കോബ് പറയാണ്, നീ അനുതാപത്തെക്കുറിച്ച് ഒരു ചിത്രം വരയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഒരു വർണ്ണഛായവും എടുക്കേണ്ട. നിന്റെ കണ്ണുനീരാകുന്ന വർണ്ണഛായം കൊണ്ട് നിനക്ക് അനുതാപത്തെക്കുറിച്ച് നല്ലൊരു ചിത്രം വരയ്ക്കുവാനായിട്ട്, നല്ലൊരു ചിത്രം രചിക്കുവാനായിട്ട് സാധിക്കുന്നു. പാട്ടിങ്ങനെയാണ് അവസാനിക്കുന്നത്, താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം, കണ്ണീരാലെ മോചനമാർജിച്ച് ആനന്ദിക്കൂ. അനുതാപത്തിന്റെ വലിയ പെരുന്നാളാണ് കണ്ണീർ വർഷം. കണ്ണുനീർ തൂകുക എന്ന് പറയുന്നത് നമ്മള് വേദനകള്, പ്രയാസങ്ങള്, ദുഃഖമുണ്ടാകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു വിസ്ഫോടനമാണ്. പ്രയാസം കൂടുമ്പോഴാണ് നമ്മൾ കരയുന്നത്. ഇവിടെ പറയുന്നു, താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം, കണ്ണീരാലെ മോചനമാർജിച്ച് ആനന്ദിക്കും. ഈ ലോകത്ത് മോചനം ആവശ്യമെങ്കിൽ, ദൈവസന്നിധിയിൽ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, കണ്ണീരാലെ മോചനമാർജിച്ചേ നമുക്ക് ആനന്ദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം, കണ്ണീരാലെ മോചനമാർജിച്ച് ആനന്ദിക്കൂ എന്ന് നാം ഇവിടെ കാണുന്നു. മരുഭൂമിയില് ഹാഗാറിന്റെ പ്രാർത്ഥന നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ ഒരു കുഞ്ഞിനെ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ദൂരെ മാറ്റി കിടത്തിയിട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഹാഗാർ. ആ നിലവിളി ദൈവസന്നിധിയിൽ കേട്ടപ്പോൾ അവനു വേണ്ടി ഒരു നീരുറവ ഒരുക്കി കൊടുക്കുന്ന യഹോവയായ ദൈവം. അതുകൊണ്ട് കണ്ണുനീരിനെ കേൾക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീര് മാനിക്കുന്നവനായ ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അനുതാപത്തിന്റെ കണ്ണുനീർ തൂകുവാനായിട്ട് സാധിക്കണം. നെഹമ്യാവിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. രണ്ടാമതായിട്ട് അദ്ദേഹം ഒരു കണ്ണുനീർ കൊണ്ട് ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന, ഹി വാസ് മാൻ ഓഫ് ടീയേഴ്സ്, കണ്ണുനീരിന്റെ മനുഷ്യനായിരുന്നു നെഹമ്യാവ്. മൂന്നാമതായിട്ട് നെഹമ്യാവിന്റെ ജീവിതത്തിൽ കാണുന്ന പ്രത്യേകത, ഹി വാസ് എ മാൻ ഓഫ് ആക്ഷൻ. പ്രവൃത്തി തൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിത്വമാണ് നെഹമ്യാവ് എന്ന് പറയും. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം വന്ന് യെരുശലേമിന്റെ ദേവാലയമൊക്കെ പുതുക്കി പണിതു. യെരുശലേമിന്റെ എല്ലാ ക്രമീകരണങ്ങളിലും അവിടെ ക്രമീകരണങ്ങൾ ചെയ്തു. പക്ഷെങ്കിൽ മറ്റ് ജാതികൾക്ക് യെരുശലേമിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഒരു മതിൽ നിർമ്മിക്കുവാൻ തക്കവണ്ണം സെരുബാബേലിനും കൂട്ടർക്കും സാധിച്ചില്ല. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് ശേഷമാണ് നെഹമ്യാവ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വരുന്നത്. 2-ാം അധ്യായം 17-ാം വാക്യം, യെരുശലേം ശൂന്യമായി, അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, ഇനിയും നാം നിന്നാപാത്രമാകാതിരിക്കേണ്ടതിന് യെരുശലേമിന്റെ മതിൽ പണിയുക. ഇനിയും തുടർന്ന് ഈ മതിൽ നിർമ്മിച്ചില്ല എങ്കിൽ നാം നിന്നാപാത്രമായി തീരും. ജാതികളുടെ മുമ്പിൽ നിന്നാപാത്രമായി തീരും. നമ്മുടെ ജീവിത ശൈലി കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാം ജാതികളുടെ മുമ്പിൽ നിന്നാപാത്രമായി തീരും. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമായ ജീവിത ശൈലിയാണോ നാം ജീവിക്കുന്നതെന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ജാതികളുടെ മുമ്പിൽ ഇന്ന് നിന്നാപാത്രമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടോ? ബഹുമാനിക്കപ്പെടണമെന്നില്ല.
പക്ഷെങ്കിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമായി തീരുവാനായിട്ട് ഇടയാകരുത്. അവിടെയാണ് നെഹമ്യാവ് പറയുന്നു, 2-ാം അധ്യായം 20-ാം വാക്യം, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസരായ നമ്മൾ എഴുന്നേറ്റ് പണി. ഒരു ഇൻസ്പയറിംഗ് മെസ്സേജ്, ഒരു മോട്ടിവേറ്റിംഗ്, അവരെ ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തീകരിക്കുന്ന ഒരു സന്ദേശമാണ് നെഹമ്യാവ് ഇവിടെ തരുന്നത്. ആകയാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് പറയുവാൻ തക്കവണ്ണം, ആ ജനത്തെ മുൻപോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളതാണ് നെഹമ്യാവിന് സംഭവിച്ച വിജയം എന്ന് പറയുന്നത്. 4-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ആ പ്രവൃത്തിയുടെ ആ ചൈതന്യം, പ്രവൃത്തിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം ഇടയാകും. ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല, കുളിക്കുന്ന സമയത്തുകൂടിയും ആയുധം ധരിച്ചിരുന്നു. നിരന്തര അധ്വാനമാണ്. ഈ മതില് നിർമ്മിക്കുവാൻ തക്കവണ്ണം നിരന്തരമായ ഒരു പോരാട്ടം പോലെ എടുത്തിരിക്കുകയാണ്. ഇവിടെ കാണുന്നു, ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല, കുളിക്കുന്ന സമയത്ത് പോലും ആയുധം ധരിച്ചിരുന്നു എന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ നിരന്തരമായ ഭീഷണി, ശത്രുക്കളുടെ നിരന്തരമായ പ്രതികൂലമായ പോരാട്ടം, ഈ ഒരു പോരാട്ട സാഹചര്യത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നെഹമ്യാവിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നെഹമ്യാവിന് സാധിച്ചു. ഒരു ലാറ്റിൻ വാക്കുണ്ട്, ഒറ അറ്റ് ലെബോറ എന്ന് പറയും. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ ദൈവത്തിനു വേണ്ടി പണിയുവാൻ, ജനത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം, രാജ്യത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം, ആ മതിലുകളെ കെട്ടിപ്പൊക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നെഹമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ വിജയമായിട്ട് കാണുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവനാമ മഹത്വത്തിനായിട്ടാണോ, സഹോദരൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ഒരിക്കല് ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് സമീപത്തെ ഒരു ജലസംഭരണിയിൽ നിന്ന്, ഒരു തോട്ടിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. എല്ലാ ദിവസവും തൻ്റെ കൃഷിയിടത്ത് ഈ വളരെ ദൂരം താണ്ടിയാണ് വെള്ളം 2 കുടങ്ങളിലായിട്ട് ഈ കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്ത് കൊണ്ടുവരുന്നത്. ഈ കുടങ്ങളിൽ ഒരു കുടം അല്പം പൊട്ടി, അതിൻ്റെ വക്കൊക്കെ പൊട്ടി, ഈ കൃഷിക്കാരൻ എടുക്കുന്ന വെള്ളം മുഴുവനായിട്ട് ഈ കൃഷിയിടത്ത് കൊണ്ടുവരുവാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ. ഒരെണ്ണം ഒരു പൂർണ്ണ കുംഭമാണ്, ഒരു പൂർണ്ണ കുടമാണ്. അതിൽ എടുക്കുന്ന ജലം അതുപോലെ ഈ കൃഷിയിടത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ കൃഷിക്കാരന് സാധിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഈ കൃഷിക്കാരനോട് ഈ പൊട്ടിയ കുടം, ചിന്നിയ കുടം ഒരിക്കൽ പറഞ്ഞു, എന്തിനാ കൃഷിക്കാരാ, എന്തിനാണ് യജമാനനെ എന്നെ വഹിച്ചുകൊണ്ട് യജമാനൻ ഇങ്ങനെ കടന്നു പോകുന്നത്? കാരണം യജമാനൻ എടുക്കുന്ന ജലം മുഴുവനും എനിക്ക് ആ കൃഷിയിടത്ത് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ അങ്ങ് കളഞ്ഞേരെ, അല്ലെങ്കിൽ എന്നെ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞേരെ എന്ന് ഈ കൃഷിക്കാരനോട് ഈ ചിന്നിയ കുടം, വക്കുപൊട്ടിയ കുടം ആവശ്യപ്പെട്ടു. അപ്പോഴ് ഈ വക്കുപൊട്ടിയ കുടത്തോട് കൃഷിക്കാരൻ പറഞ്ഞു, കുടമേ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ട്, നീ കടന്നു വന്ന വഴികളൊന്ന് നോക്കിയാട്ട്. ആ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വഴികളിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു സാഹചര്യം, പുഷ്പങ്ങൾ, പൂക്കളും ഫലങ്ങളുമൊക്കെ ഇങ്ങനെ കിളിർത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഈ കുടം കണ്ടു. പൂർണ്ണകുംഭം കടന്നു വന്ന വഴിയെ കൃഷിക്കാരൻ കാണിച്ചു. ഉണങ്ങി തരിശായി കിടക്കുന്ന ഭൂമി, മറ്റുള്ളവർക്ക് വസന്തം പകരുവാൻ, മറ്റുള്ളവർക്ക് താൻ തന്നെ ബലിയായി തീരുവാൻ ഉപകരിക്കപ്പെട്ടു എന്നാണ് ആ കഥ പറഞ്ഞ് അവസാനിക്കുമ്പോൾ കഥാകാരൻ പറയുന്നത്. ഈ ചിന്നിയ കുടം മറ്റുള്ളവർക്ക് വസന്തമായി തീരുന്നത് പോലെ നമ്മുടെ ജീവിതയാത്രയിലും മറ്റുള്ളവർക്ക് വസന്തമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സാധാരണ ശവസംസ്കാര ശുശ്രൂഷയിൽ പറയാറുണ്ട്, എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഒരിക്കൽ ഒരു രാജാവ്
ഒരു രാജ്യത്തിൻ്റെ ചരിത്രം എഴുതുവാനായിട്ട് അവിടുത്തെ ചരിത്രകാരന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി നിർദ്ദേശം നൽകി ഏൽപ്പിച്ചു. വളരെ നാളത്തെ അധ്വാനത്തിന് ശേഷം ഏതാണ്ട് 8-9 ഒട്ടകപ്പുറത്ത് ആ രാജ്യത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും രേഖപ്പെടുത്തി ഒട്ടകപ്പുറത്ത് രാജസന്നിധിയിലേക്ക് കടന്നു വന്നു. ഈ രാജസന്നിധിയിൽ ചരിത്രകാരന്മാരെ കൊണ്ടുവന്ന ചരിത്രം കണ്ട് രാജാവ് ഞെട്ടിപ്പോയി. രാജാവ് പറഞ്ഞു, എനിക്കിത് വായിക്കണമെങ്കിൽ ഇനി ഒരായുസ് കൂടെ വേണം, അതുകൊണ്ട് ഇത് വളരെ ചുരുക്കി കൊണ്ടുവരാനായിട്ട് പറഞ്ഞ് ഒരാഴ്ച കൂടെ അവർക്ക് സമയം കൊടുത്തു. ഈ ചരിത്രകാരന്മാര് തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. ഒരാഴ്ച കഴിഞ്ഞ് 3 കഴുതപ്പുറത്ത് ഈ ചരിത്രങ്ങൾ ചുരുക്കി എഴുതി കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു, പറ്റില്ല, ഈ ചരിത്രം എനിക്ക് വായിച്ച് മനസ്സിലാക്കുവാനുള്ള സമയമില്ല, അതുകൊണ്ട് അല്പം കൂടെ ചുരുക്കി കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ചരിത്രകാരന്മാർ പറഞ്ഞു, പ്രഭു, ഈ ചരിത്രം ഇനി ചുരുക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രയാസം. കാരണം ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ജീവചരിത്രമൊക്കെ എഴുതുമ്പോൾ മാക്സിമം കട്ടി കൂട്ടുന്ന പേജുകളുടെ എണ്ണം കൂട്ടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ഈ ചരിത്രകാരന്മാർ പറഞ്ഞു, ഇതിൽ നിന്നൊന്നും കുറയ്ക്കാനില്ല. വീണ്ടും രാജാവ് ഒരു കൽപ്പനയിട്ടു. ഈ രാജ്യത്തിൻ്റെ ചരിത്രം വളരെ ചുരുക്കി എഴുതിക്കൊണ്ടുവരുന്നവർക്ക് വലിയൊരു സമ്മാനം നാം നൽകുമെന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം നടത്തി. ആ രാജസദസ്സിൽ ഒരു ജ്ഞാനിയായ മനുഷ്യനുണ്ടായിരുന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്ക് ഒരാഴ്ചത്തെ സമയം തരിക, ഞാൻ ഈ ചരിത്രം ചുരുക്കി എഴുതിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഈ ജ്ഞാനിയായ മനുഷ്യന് അവസരം കൊടുത്തു. ജ്ഞാനിയായ മനുഷ്യൻ തൻ്റെ ഭവനത്തിലേക്ക് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു സ്വർണ്ണ താലത്തിൽ ഒരു താളിയോലയുമായി രാജസന്നിധിയിൽ എത്തി. രാജാവ് ഇത് കണ്ട് അന്താളിച്ചു പോയി. രാജ്യത്തിൻ്റെ ചരിത്രം ഒരു താളിയോലത്തുണ്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. ഈ താളിയോല രാജസന്നിധിയിൽ സമർപ്പിച്ചിട്ട് രാജാവിനോട് വായിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ആ താളിയോലത്തുണ്ടിൽ 3 അക്ഷരങ്ങൾ, 3 വാക്കുകൾ മാത്രമേ ഉള്ളൂ. ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ഇതാണ് നമ്മുടെ ചരിത്രം. ഈ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്നതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. സാധാരണ നമ്മൾ ശവക്കല്ലറുകളിലൊക്കെ ഒരു വർഷം എഴുതി 1985 അല്ലെ 95, 105 എഴുതിയിട്ട് നമ്മളൊരു ഹൈഫൻ ഇടും. ഹൈഫന് ശേഷമാണ് മരിച്ച വർഷം എഴുതുന്നത്. ഈ ഹൈഫനേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയും. ഈ ചുരുങ്ങിയ കാലഘട്ടം അത് എത്ര വസന്തം പകർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിക്കുവാൻ സാധിച്ചു എന്ന് ശാന്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. നമുക്ക് നെഹമ്യാവിലേക്ക് തിരിച്ചു വരാം. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നാം കാണുന്ന പ്രത്യേകത, നെഹമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയിൽ ജീവിതം മുൻപോട്ട് നയിച്ച ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. രണ്ടാമതായിട്ട് നെഹമ്യാവിനെ കാണുന്നത് കണ്ണുനീരിൻ്റെ മനുഷ്യൻ. ഹി വാസ് എ മാൻ ഓഫ് ടീയേഴ്സ്. മൂന്നാമതായിട്ട് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കാണുന്നു പ്രവൃത്തിയുള്ള മനുഷ്യനാണ്. തൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം അശ്രാന്ത പരിശ്രമം നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു നെഹമ്യാവ്. നാലാമതായിട്ട് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, ഹി വാസ് എ മാൻ ഓഫ് വിസ്ഡം. പരിജ്ഞാനത്തിൻ്റെ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ് എന്ന് പറയും. ലോകപ്രകാരം വിദ്യാഭ്യാസം നേടുമ്പോൾ, ലോകപ്രകാരമുള്ള അറിവുകൾ നേടുമ്പോൾ നമുക്ക് നോളജ് ലഭിക്കാറുണ്ട്. എന്നാൽ എന്താണ് വിസ്ഡം? സദൃശ്യവാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഫിയർ ഓഫ് ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ. എന്താണ് ജ്ഞാനം? വിദ്യാഭ്യാസം നമ്മൾ നേടി അറിവുകളൊക്കെ നേടാറുണ്ട്. എന്താണ് ജ്ഞാനമെന്ന്? ഋഗ്വേദത്തിൽ 3 തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പരിജ്ഞാനം എന്നുള്ളതാണ്, വിസ്ഡം എന്നുള്ളതാണ്. ഈ പരിജ്ഞാനം എന്ന് പറയുന്ന ഋഗ്വേദം നൽകുന്ന അതിൻ്റെ വ്യാഖ്യാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കുക, ദൈവത്തെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിസ്ഡം, ദൈവഭക്തി ഉള്ളിൽ നിറയ്ക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ജ്ഞാനത്തിൽ വളർത്തുവാനായിട്ട് സാധിക്കണം. ഇന്ന് നമ്മൾ അറിവിലാണ് കുഞ്ഞുങ്ങൾക്ക്. ഇന്ന് ഞായറാഴ്ച പോലും പള്ളിയിൽ വിടാതെ, സൺഡേ സ്കൂളിൽ വിടാതെ, ഇന്ന് എൻട്രൻസ് കോച്ചിങ്ങും മറ്റു ട്യൂഷനുകളുമായിട്ട് കുഞ്ഞുങ്ങളെ വിടുക. ഇത് അതിനുള്ള അറിവ്, എത്രയും അറിവ് സമ്പാദിക്കണം, എത്രയും അറിവ് സമ്പാദിച്ച് പരീക്ഷാ പേപ്പറിൽ അത് ഛർദ്ദിക്കണം. അതാണ് ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഞായറാഴ്ച, ശനിയാഴ്ച വൈകിട്ടേ തുടങ്ങും പിറ്റേ ദിവസത്തെ സൺഡേ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങൾ. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടുകയും ദൈവിക ജ്ഞാനം
പഠിക്കുവാൻ തക്കവണ്ണം ദൈവാശ്രയമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് ആ കാലഘട്ടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, ഓരോ ദിവസവും നാം വായിച്ചറിയുന്ന സംഭവങ്ങൾ ഒക്കെ നമ്മെ ഞെട്ടിക്കുന്നതാണ്. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. ക്രിസ്ത്യാനികളുടെ പേരുകൾ ഇന്ന് ഒട്ടും കുറവല്ല. പണ്ട് കാലത്തൊക്കെ പറഞ്ഞു അന്യജാതിക്കാരാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പോകുന്നത്. പക്ഷേ ഇന്ന് ക്രിസ്ത്യാനികളുടെ പേരുകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പറയുവാനായിട്ട് ഭയമാ. കുഞ്ഞുങ്ങള് ഒന്ന് പറഞ്ഞ് രണ്ടിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ എന്നുള്ള ഭയം പോലും ഇന്ന് മാതാപിതാക്കളെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച് മാതാപിതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ ആ മാതാവ് നിറകണ്ണുകളോടെ തൻ്റെ മകളെ കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. വളരെ പ്രതീക്ഷയോടെ, വളരെ സ്വപ്നങ്ങളോടെ പഠിപ്പിച്ച് നല്ല നിലയിൽ ആകണമെന്ന് ആഗ്രഹിച്ച് വിദ്യാഭ്യാസമൊക്കെ നൽകി. വിവാഹത്തിൻ്റെ തീയതിയും ഉറപ്പിച്ചു. വിവാഹത്തിൻ്റെ ഉറപ്പിൻ്റെ തലേദിവസം മറ്റൊരു പയ്യനുമായി ഈ മകള് ഓടിപ്പോയി. വളരെ വേദനയോടെ, വളരെ കണ്ണുനീരോടാണ് ഈ കാര്യം എന്നോട് ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞത്. അച്ഛാ, ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ, BSc നേഴ്സിംഗ് വരെ ഞങ്ങൾ പഠിപ്പിച്ചു, കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു. അപ്പൻ വിദേശത്താണ്. എന്ത് മകൾ ആഗ്രഹിച്ചാലും ആര് പിന്നീട് വന്നാൽ ആ ആളിൻ്റെ അത് നൽകി കൊടുത്തുവിടും, അല്ലെങ്കിൽ പാഴ്സലായിട്ടാണെങ്കിലും അത് അയച്ചു കൊടുക്കും. എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത. എന്നാൽ ഒരു അന്യജാതിക്കാരൻ്റെ കൂടെ അവൾ ഓടിപ്പോയി. ഞങ്ങൾക്ക് നാണക്കേട് കൊണ്ട് തലയുയർത്തി നടക്കുവാൻ. കാരണം ഒരു ദിവസം ഉറപ്പിനായിട്ട് ക്രമീകരിച്ച് നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചതാ. ഉറപ്പിന് തലേ ദിവസം ആ പെൺകുട്ടി ഓടിപ്പോകുന്ന ഒരു ദൃശ്യം വളരെ വേദനാജനകമാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഒരു മൂല്യച്യുതി, തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി ശാന്തമായിട്ട് നാം ചിന്തിക്കണം. ദൈവ പരിജ്ഞാനത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് സാധിക്കണം. നമ്മുടെ അഹം നമ്മിൽ നിന്ന് മാറണം. രണ്ടാമതായിട്ട് ഋഗ്വേദത്തിൽ പറയുന്നു, വിജ്ഞാനം സമ്പാദിക്കുക. നമ്മെക്കുറിച്ച് തന്നെ അറിയുവാൻ തക്കവണ്ണം ഇടയാകുക. പലപ്പോഴും നമ്മുടെ അഹമാണ് നമ്മെ നയിക്കുന്നത്. ഒരിക്കല് ഒരു ശില്പിയുടെ അടുക്കൽ മരണദൂതൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇത്ര ദിവസത്തിനകം ഞാൻ നിന്നെ കൊണ്ടുപോകാനായിട്ട് പോവുക, നീ ഇത്ര ദിവസത്തിനകം മരിക്കുമെന്ന് പറഞ്ഞു. ബുദ്ധിമാനായ ശില്പി ഒരു 11 ശില്പങ്ങൾ ഉണ്ടാക്കി. അതേ ഷേപ്പിലും അതേ ഭാവത്തിലും ഈ ശില്പിയുടെ അതേ രൂപത്തിൽ 11 ശില്പങ്ങൾ ഉണ്ടാക്കി. മരണദൂതൻ വരുന്ന ദിവസം ശില്പിയും ശില്പങ്ങളും നിരന്നു നിന്നു. ഈ ശില്പിയും ശില്പങ്ങളെയും കണ്ടിട്ട് മരണദൂതന് ആകെ കൺഫ്യൂഷനായി. ഇതിൽ ഏതാണ് ശില്പി, ഏതാണ് ശില്പം? മരണദൂതൻ ആകെ ഒന്ന് പരിധി നോക്കി. ഒരു രക്ഷയുമില്ല, ഒരു തരത്തിലും ഇത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മരണദൂതൻ ഉടനെ പറഞ്ഞു, എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടായിരിക്കില്ല, എന്തെങ്കിലും ഒരു കുറവ് കാണും. പെട്ടെന്ന് ശില്പി ചാടി പുറത്തു വന്നിട്ട് പറഞ്ഞു, എന്ത് കുറവാണുള്ളത്? മരണദൂതൻ ശില്പിയെയും കൊണ്ട് പോവുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ ഒരു മനോഭാവം, നാം എല്ലാം തികഞ്ഞവനാണ്, അതുകൊണ്ട് ഒരു കുറവും നമുക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പരാജയം സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിറവുകളാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യേശുദമ്പുരാന്റെ അടുക്കൽ കടന്നു വന്ന ആ ചെറുപ്പക്കാരനോട് യേശുദമ്പുരാൻ പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്. നമ്മോട് ഓരോരുത്തരോടും ദൈവം പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു കുറവുണ്ട്. ആ കുറവിനെ തിരിച്ചറിയുവാനും ആ കുറവിനെ നിറവുകളാക്കി മാറ്റുവാനും ദൈവസേനയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമുക്ക് നെഹമ്യാവിൻ്റെ ജീവിതത്തിലൂടെ കാണുന്ന ഒരു പ്രത്യേകത. ഹി വാസ് എ മാൻ ഓഫ് വിസ്ഡം. 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. രണ്ടാമത്, കണ്ണുനീരോടെ ദൈവസേനയിൽ അടുത്തു വരുന്നവനായിരുന്നു. മൂന്നാമതായിട്ട്, പ്രവൃത്തിക്കായി തൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ട മനുഷ്യനായിരുന്നു നെഹമ്യാവ്. നാലാമതായി, ദൈവിക പരിജ്ഞാനത്തിൽ, വിസ്ഡം, ആ പരിജ്ഞാനത്തിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നെഹമ്യാവിന്. വീണ്ടും 5ാമതായിട്ട് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, ഹി വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് കറേജ്. അവൻ ധൈര്യശാലിയായ
ഒരു മനുഷ്യനായിരുന്നു. എന്ത് പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, അതിനെ നേരിടുവാനുള്ള ആർജവം, അതിനെ നേരിടുവാനുള്ള ധൈര്യം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. കാരണം 4 ദിക്കുകളിൽ നിന്നും നെഹമ്യാവിന് ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വന്നു. യെരൂശലേമിന് ചുറ്റുമുള്ള 4 ദിക്കുകളിൽ, തെക്ക് നിന്ന് അരാബ്യരും, വടക്ക് നിന്ന് സെൻബല്ലത്തിന്റെ നേതൃത്വത്തിൽ ശമരിയരും, കിഴക്ക് നിന്ന് അമ്മോന്യരും, പടിഞ്ഞാറ് നിന്ന് ഫിലിസ്തീരും, 4 ദിക്കുകളിൽ നിന്നും വളരെ ശക്തമായ എതിർപ്പ്, വളരെ ശക്തമായ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്ന ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. ഈ ശക്തമായ എതിർപ്പുകളുടെ നടുവിൽ, ഈ ശക്തമായ പോരാട്ടങ്ങളുടെ നടുവിൽ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം നെഹമ്യാവിന് സാധിച്ചു എന്ന് ഈ വേദഭാഗത്ത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണും. ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടുവാൻ തക്കവണ്ണം. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരുമ്പോൾ, കടഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ബിസിനസ്സുകൾക്ക് തകർച്ച കടന്നു വരുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ നിർഭയമായി ഇരിപ്പാൻ തക്കവണ്ണം, ഇതൊന്നും എന്നെ ഏശുന്ന പ്രശ്നമല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല എന്ന് ദൈവസന്നിധിയിൽ ഉറച്ച് ധൈര്യത്തോടെ പറയുവാനായിട്ട് സാധിക്കുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ, ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ ധൈര്യത്തോടെ ദൈവാശ്രയത്തോടെ അതിനെ നേരിടുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളതാണ് ഒരു ദൈവമനുഷ്യന്റെ ഒരു ഏറ്റവും വലിയ ഒരു സാധ്യത. ആ സാധ്യതയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുപ്പായിട്ട് പ്രാർത്ഥിക്കണം. ധൈര്യത്തോടെ, ബി കറേജ്, ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ അടുത്തു വരുവാൻ തക്കവണ്ണം നമുക്കിടയാണ്. ഇന്നത്തെ തലമുറ ഒന്ന് പറഞ്ഞ് 2-ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഇന്ന് ആത്മഹത്യയുടെ സംഖ്യ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം മനുഷ്യനെല്ലാം ഇന്ന് സെൻസിറ്റീവാണ്, പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുന്നത്. ഒരിക്കല് ഒരു അപ്പനും മകനും കൂടെ ഒരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൻ അല്പം വാർദ്ധക്യത്തിലാണ്, മകൻ അല്പം യൗവനത്തിലുള്ള ഒരു മകനാണ്. മകൻ രാവിലെ സമയത്ത് ഒരു കപ്പ് കാപ്പിയുമായി പത്രം വായിച്ചു കൊണ്ടിരിക്കുക. അപ്പൻ ആ മകന്റെ അടുക്കൽ ഒരു വശത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴ് പെട്ടെന്ന് വേലിക്കല് ഒരു കാക്ക വന്നിരുന്നു. അപ്പൻ മകനോട് ചോദിച്ചു, മകനെ എന്താ, അല്പ കാഴ്ചക്കുറവുള്ളതുകൊണ്ട് അപ്പൻ മകനോട് ചോദിച്ചു, എന്താ മകനെ ആ വേലിക്കലിരിക്കുന്നു? മകൻ പത്രം താഴ്ത്തി അപ്പനോട് പറഞ്ഞു, അപ്പ അതൊരു കാക്കയാ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും അപ്പൻ മകനോട് ചോദിച്ചു, എന്താ മോനെ അവിടെ ഇരിക്കുന്നു? പത്രം താഴ്ത്തി വീണ്ടും പറഞ്ഞു, അതൊരു കാക്കയാന്ന് പറഞ്ഞില്ലേ? അല്പസമയം ഈ അപ്പൻ മകന്റെ അടുക്കൽ ഇങ്ങനെ ഇരുന്നു. മൂന്നാമതും ഈ മകനോട് ചോദിച്ചു, മകനെ എന്താണ് ആ വേലിക്കലിരിക്കുന്നത്? ഒരു കാക്കയാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പത്രം ചുരുട്ടി എറിഞ്ഞ് നാശമെന്ന് വിളിച്ചിട്ട് ഈ മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ പിതാവ് ശാന്തനായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. തൻ്റെ മുറിയിലേക്ക് പോയി. മുറിയിൽ നിന്ന് പൊടി തട്ടി ഒരു ഡയറി എടുത്തു. ആ ഡയറിയുടെ ഒരു നിറം പിടിച്ച പേജിൽ ഒരു നിറം പിടിച്ച പേജ് എടുത്തിട്ട് ഈ മകൻ്റെ കയ്യിൽ വായിക്കുവാനായിട്ട് കൊടുത്തു. ആ മകനോട് ഇത് വായിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് ഈ മകൻ്റെ 3-ാം പിറന്നാളിൽ ഈ അപ്പൻ കുറിച്ചിട്ട ചില വരികളാണ്. 3-ാം പിറന്നാളിൽ ഈ മകൻ അപ്പനോട് ചോദിച്ചു, അപ്പ എന്താണ് ആ വേലിയിലിരിക്കുന്നത്? അപ്പൻ പറഞ്ഞു, കാക്കയാണ്. അപ്പോഴ് ഈ മകന് ആദ്യം ഒന്നും മനസ്സിലായില്ല. വീണ്ടും ഈ മകൻ അപ്പനോട് ചോദിച്ചു, അപ്പ അതെന്താണ്? അതൊരു കാക്കയാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇതൊന്നും പതിയണമെങ്കിൽ കാക്കയുടെ നിറം മനസ്സിലാകണം, അതിൻ്റെ രൂപം മനസ്സിലാകണം, ഇതെല്ലാമാണ്. വീണ്ടും ഈ മകൻ അപ്പനോട് ചോദിച്ചു, എന്താ അപ്പ വേലിക്കലിരിക്കുന്നത്? അതൊരു കാക്കയാ. ഈ അപ്പൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, 23 times he asked me what is that. 23 പ്രാവശ്യം ആ മകൻ എന്നോട് ചോദിച്ചു, എന്താണ് വേലിക്കലിരിക്കുന്നത്?
23 പ്രാവശ്യവും ഞാൻ ആ മകനോട് പറഞ്ഞു കൊടുത്തു അതൊരു കാക്കയാണ്. എന്നിട്ട് അവസാനം ആ പിതാവ് ആ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാനല്ലാതെ എൻ്റെ മകന് ഇത് പറഞ്ഞു കൊടുക്കാൻ മറ്റാരുണ്ട്, ഞാനല്ലാതെ ഇതെൻ്റെ മകന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് മറ്റാരുണ്ട് എന്ന് അദ്ദേഹം ആ ഡയറി ആ പേജ് എഴുതി അവസാനിപ്പിച്ചിരിക്കുക. ഒരു മകൻ പിതാവിനോട് ചോദിച്ചപ്പോൾ മകൻ്റെ റിയാക്ഷനും ഒരു അപ്പൻ്റെ റിയാക്ഷനും, ഒരു മകൻ പിതാവിനോട് ചോദിച്ചപ്പോൾ പിതാവ് മകനോട് ചോദിച്ചപ്പോൾ മകനുണ്ടായ റിയാക്ഷനും തികച്ചും വ്യത്യസ്തം. ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരെ സെൻസിറ്റീവാണ്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരോടൊന്നും പള്ളിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കില്ല. വളരെ സൂക്ഷിച്ചൊക്കെയാ ഇപ്പം ഇടവക ചുമതലയിലൊക്കെ ഇരിക്കുമ്പോൾ ചെറുപ്പക്കാരോട് സംസാരിക്കുന്നത്. പക്ഷെ അടുത്ത എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന, സെൻസിറ്റീവായിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നത്. അവിടെയാണ് നെഹമ്യാവ് നല്ലൊരു പാഠമായിട്ട് തീരുന്നത്. നെഹമ്യാവ് നല്ലൊരു സന്ദേശം. ഹി വാസ് എ മാൻ ഓഫ് കറേജ്. ഹി വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് കറേജ്. ആ ധൈര്യം എവിടെ നിന്ന് ലഭിച്ചതാണ്? ദൈവസന്നിധിയിൽ നിന്ന്. ദൈവം കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്നുള്ള പൂർണ്ണ ബോധ്യം നെഹമ്യാവിനെ ഭരിച്ചതുകൊണ്ടാണ് ഇവിടെ ഇപ്രകാരം നെഹമ്യാവിന് പറയുവാനായിട്ട് സാധിച്ചത്. നെഹമ്യാവിൻ്റെ ജീവിതത്തിലെ 5 പ്രത്യേകതകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഒന്നാമത്തെ പ്രത്യേകത, നെഹമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. രണ്ടാമതായിട്ട് നെഹമ്യാവിൻ്റെ പ്രത്യേകത, കണ്ണുനീരുള്ള മനുഷ്യനായിരുന്നു. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അടുത്ത്. ഹി വാസ് മാൻ ഓഫ് ടീയേഴ്സ്. മൂന്നാമതായിട്ട് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കാണുന്നത്, ഹി വാസ് മാൻ ഓഫ് ആക്ഷൻ. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ, അത് രാവെന്നില്ല പകലെന്നില്ല, ഒരു നേരമെന്നില്ല, നേരകാല ബോധങ്ങളില്ലാതെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നെഹമ്യാവിന് സാധിച്ചു എന്നുള്ളതാണ് വലിയ പ്രത്യേകത. നാലാമതായിട്ട്, ഹി വാസ് മാൻ ഓഫ് വിസ്ഡം. പരിജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാ, ഞാൻ ഗമാലിയേലിൻ്റെ ശിഷ്യനാ, എല്ലാ പരിജ്ഞാനവും വിജ്ഞാനവും ഒക്കെ എനിക്കുണ്ട്. പക്ഷെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഈ അറിവെല്ലാം ഞാൻ ചവറന്ന് എണ്ണുവാൻ തക്കവണ്ണം പൗലോസ്ലീഹായ്ക്ക് സാധിച്ചു. ഗമാലിയേലിന്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി അല്ലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനം പൂർത്തീകരിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. ഗമാലിയേലിന്റെ ശിഷ്യനാ. ബെന്യാമീൻ ഗോത്രക്കാരനാ, റോമ പൗരത്വമുള്ളവനാ. എല്ലാ തലത്തിലും സമൂഹത്തിലെ ഉന്നതമായ തലത്തിൽ നിന്ന മനുഷ്യനാണ് പൗലോസ്ലീഹ. എന്നാൽ ക്രിസ്തു നിമിത്തം സകലതും ചവറന്നെണ്ണുവാൻ തക്കവണ്ണം സാധിച്ചു. കാരണം ക്രിസ്തുവിന്റെ പരിജ്ഞാന നിമിത്തം, ക്രിസ്തു നൽകിയ പരിജ്ഞാന നിമിത്തം സർവ്വതും ചവറന്നെണ്ണുവാൻ തക്കവണ്ണം പൗലോസ്ലീഹയെ സാധിച്ചു. നെഹമ്യാവിന്റെ ജീവിതത്തിലും നാം കാണുന്നത് അതാണ്. നെഹമ്യാവിന്റെ ജീവിതത്തിലും ദൈവത്തിലുള്ള പരിജ്ഞാനം നേടുവാൻ തക്കവണ്ണം നെഹമ്യാവ്. അവസാനമായിട്ട് നമ്മൾ കണ്ടു, നെഹമ്യാവ് ഹി വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് കറേജ്. അതീവ ധൈര്യശാലിയായിരുന്നു. ശത്രുക്കൾ പാളയമിറങ്ങിയപ്പോഴും, ഒരു സൈന്യം തന്റെ നേരെ ആഞ്ഞടിച്ചപ്പോഴും നെഹമ്യാവ് ചഞ്ചലപ്പെട്ടില്ല. നെഹമ്യാവ് തളർന്നു പോയില്ല. നെഹമ്യാവ് ആ ജനത്തിനു വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം സാധിച്ചു. എന്താണ് ഇതിന്റെ പ്രതിഫലം എന്ന് ചോദിച്ചാൽ, 100 വർഷം ശ്രമിച്ചിട്ട് സാധിക്കാത്ത കാര്യം വെറും 52 ദിവസം കൊണ്ട് യെരുശലേമിന്റെ മതിലുകൾ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നെഹമ്യാവിന് സാധിച്ചു എന്നുള്ളതാണ് വലിയ പ്രത്യേകത. അവസാനമായിട്ട് നെഹമ്യാവിന്റെ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത, നെഹമ്യാവ് സ്വയത്യാഗിയായ ഒരു മനുഷ്യനാണ്. ഹി വാസ് എ മാൻ ഓഫ് സെൽഫ് ഡിനയൽ. സ്വയം ത്യജിക്കുവാൻ തക്കവണ്ണം, സ്വയം ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം സന്നദ്ധനായ ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവിന്റെ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു, ശൂശാൻ രാജധാനിയിലെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് സ്വസ്ഥമായിട്ട്, സൗഖ്യമായിട്ട്, സന്തോഷമായിട്ട് അവിടെ കാണും ജീവിച്ചാൽ മതിയായിരുന്നു. എന്തിനായി കഷ്ടപ്പാടിന് ഇറങ്ങി തിരിച്ച്? നമ്മൾ പറയാറില്ലേ, എന്തിനായി ബുദ്ധിമുട്ടിനൊക്കെ പോകുന്നത്? സ്വസ്ഥമായിട്ട് അവിടെ കാണും ജീവിച്ചാൽ പോരായിരുന്നു. ഇവിടെ നെഹമ്യാവിന്റെ ജീവിതത്തിലും ഈ സ്വസ്ഥതയും സന്തോഷവും സൗഖ്യവും എല്ലാം ഉണ്ടായിരുന്ന ഒരവസ്ഥ. പക്ഷെങ്കിൽ നെഹമ്യാവിന് അവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല. നെഹമ്യാവിന് അവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ശൂശാൻ രാജധാനിയുടെ ആ മഹത്വത്തിൽ വിരാജിക്കുവാനായിട്ട് നെഹമ്യാവ് തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ മധ്യത്തിലേക്ക് നെഹമ്യാവ് ഇറങ്ങുക.
ചരിത്രം അനേക ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്, അനേക വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വ്യക്തിത്വങ്ങളൊക്കെ ജനത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി തങ്ങളെ തന്നെ ത്യജിച്ച് ഇറങ്ങിത്തിരിച്ചവരാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധി തൻ്റെ ജീവിതം ഈ ഭാരതത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. മദർ തെരേസ തൻ്റെ ജീവിതം ഈ ലോകത്തിനു വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച വ്യക്തിത്വമാണ്. പരിശുദ്ധനായ പരുമല തിരുമേനി തൻ്റെ ജീവിതം, തൻ്റെ രോഗം, തൻ്റെ നിസ്സഹായ അവസ്ഥ, പ്രയാസ ഘട്ടങ്ങളൊന്നും വകവയ്ക്കാതെ ഈ സഭയ്ക്ക് വേണ്ടി ജീവിച്ച്, സഭയ്ക്ക് വേണ്ടി ഓടി നടന്ന ഒരു പരിശുദ്ധ പിതാവാണ്. പുത്തൻകാവൽ തിരുമേനി പ്രയാസങ്ങൾ ഏറെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കുന്നംകുളം പോലെയുള്ള ദൂരദേശങ്ങളിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അവിടേക്ക് കടന്നു ചെല്ലുന്ന പിതാക്കന്മാര്. പാമ്പാടി തിരുമേനി പ്ലേഗ് രോഗാവസ്ഥ മൂർധന്യമായിരുന്ന അവസ്ഥയിൽ ആ പ്രദേശങ്ങളിൽ പോയി അനേക ആളുകൾക്ക് ശുശ്രൂഷ ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് പാമ്പാടി തിരുമേനി. അങ്ങനെ അനേക ആളുകൾ നമ്മുടെ സഭാപിതാക്കന്മാരായും നമ്മുടെ സാമൂഹിക നേതാക്കന്മാരായിട്ടുമുണ്ട്. അവരൊക്കെ സ്വയം ത്യജിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നെഹമ്യാവിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത വീണ്ടും കാണുന്നത് 5-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. അവിടെ നെഹമ്യാവിനെ ഒരു ഗവർണറായിട്ടാണ് നിയോഗിച്ചത്. യഹൂദിയയിലെ, ഇസ്രായേലിലെ ഒരു ഗവർണറായിട്ടാണ് നിയോഗിച്ചിരുന്നത്. ഈ ഗവർണർക്ക് ചില അലവൻസുകളൊക്കെ ഉണ്ട്, ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങൾക്ക് തുകകൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാനോ എൻ്റെ കൂടെയുള്ളവരോ യാതൊന്നും പറ്റുവാനായിട്ട് നെഹമ്യാവ് ഒരുങ്ങുന്നില്ല. തൻ്റെ കൂടെയുള്ളവർക്ക് എന്ത് സുഭിക്ഷമായിട്ടും ജീവിക്കാം. കാരണം ജനങ്ങള് നികുതിപ്പണം തരും, ജനങ്ങള് അപ്പം കൊണ്ടുവരും, ജനം വെള്ളി കൊണ്ടുവരും. ഇതൊക്കെ ശേഖരിച്ച് ധനാഢ്യനായിട്ട് നെഹമ്യാവിന് ജീവിക്കാമായിരുന്നു. പക്ഷെങ്കിൽ നെഹമ്യാവ് ഇതൊന്നും സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഞാനോ എൻ്റെ കൂടെയുള്ളവരോ ഒന്നും കൈപ്പറ്റുവാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നെഹമ്യാവ് സ്വയം ത്യജിക്കുവാൻ തക്കവണ്ണം, സ്വയം ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഈ ക്രിസ്മസിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ സ്വയം ത്യജിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ക്രിസ്മസ് നൽകുന്ന വലിയ ഒരു സന്ദേശവും അത് തന്നെയാണ്. സ്വയം ത്യാഗത്തിൻ്റെ, ലോകത്തെ സ്നേഹിച്ച ഒരു പിതാവാം ദൈവത്തിൻ്റെ സമ്മാനമാണ് പുത്രൻ തമ്പുരാൻ. ആ സമ്മാനത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ഒരിക്കൽ കൂടി ചിന്തിക്കുക. ഈ ക്രിസ്മസ് ആഘോഷത്തിമിർപ്പിൽ പലപ്പോഴും നോമ്പിനേക്കാളും പ്രാധാന്യം നോമ്പ് വീടലിനാണ്. നോമ്പ് വീടൽ നമ്മൾ വളരെ ആഘോഷമായിട്ട് നടത്താറുണ്ട്. നോമ്പ് നമ്മൾ ഓർക്കാതെ തന്നെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടം ഇനി ക്രിസ്മസിന് 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ക്രിസ്മസ് ദിവസത്തിൽ ആഘോഷങ്ങൾക്കാണോ പ്രാധാന്യം, അതോ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ തക്കവണ്ണം നാം യഥാർത്ഥമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. സ്വയം ത്യജിക്കുവാനുള്ള മനസ്സ്, സ്വയം വെറുമയാക്കുവാനുള്ള, അതൊരു വലിയ ത്യാഗത്തിൻ്റെ ചിഹ്നം കൂടിയാണ് ക്രിസ്മസ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സ്വയം ത്യജിച്ചുകൊണ്ട് ത്യാഗം അനുഭവിച്ച ഒരു സ്ത്രീയുടെ പുത്രനായിട്ട് ക്രിസ്തു ജനിക്കുന്നു. സമൂഹം തന്നെ എന്തും പറഞ്ഞുകൊള്ളട്ടെ, സമൂഹത്തെ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നീതി കാണിച്ച ഒരു നീതിമാന്റെ ഓർമ്മ കൂടിയാണ് ക്രിസ്മസിൽ നാം അയവിറക്കുന്നത്. അനേകായിരം കുഞ്ഞുങ്ങൾ രക്ഷകന് വേണ്ടി മരിക്കപ്പെട്ട ഒരു രാത്രി കൂടിയാണ് ക്രിസ്മസ് രാത്രി. ഇതൊക്കെ മറന്ന് ആഘോഷങ്ങൾ മാത്രം, നിറങ്ങൾക്കും നിറച്ചാർത്തുകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങി വരാം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. അവൻ്റെ ദാസരായ ഞങ്ങൾ എഴുന്നേറ്റ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നെഹമ്യാവിൻ്റെ ജീവിതത്തിലെ 6 പ്രത്യേകതകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഒന്നാമത്, നെഹമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവസ്ഥതയിൽ നിന്ന് കാര്യങ്ങൾ നേടിയിരുന്ന, പ്രാർത്ഥനയാൽ ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്.
രണ്ടാമത് നെഹമ്യാവ് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നതാണ്. ഞാൻ ഇവിടെ ഓർപ്പിച്ചതായ സൂതാറ നമസ്കാരത്തിലെ ആ ഗീതം, ബാഷ്പം മൂലം മുഖമത്യന്തം പങ്കിലമാക്കി വിങ്ങിക്കേഴും പാതകി പാർത്താൽ ഹാ കമനീയൻ, മൂല്യം കൂടും രത്നത്തേക്കാൾ പാരം കാമ്യം, താപത്താലെ പാതകി തൂകും കണ്ണീർ തുള്ളി, നീയനുതാപം ചിത്രമതാക്കാൻ നോക്കുന്നെങ്കിൽ വർണ്ണഛായം കൈക്കൊള്ളേണ്ട കണ്ണീരേൽക്കൂ, താപത്തിൻവൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം, കണ്ണീരാലെ മോചനമാർജിച്ച് ആനന്ദിക്കൂ. കത്തോലിക്കാ സഭയുടെ ഒരു വിശുദ്ധനായ മനുഷ്യനാണ് വിശുദ്ധനായ അഗസ്തീനോസിന്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ അഗസ്തീനോസിന്റെ ആദ്യകാല ജീവിതം ഒരു ദുർമാർഗത്തിലുള്ള ജീവിതമായിരുന്നു. തൻ്റെ മാതാവ് എന്നും കണ്ണുനീരോടെയാണ് ഈ മകനെ സ്വീകരിച്ചിരുന്നത്. കണ്ണുനീരോടെ മാതാവ് ഈ പുത്രനെ മടിയിൽ കിടത്തി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഈ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ബോധരഹിതനായി കിടക്കുന്ന ആ അഗസ്തീനോസിന്റെ ശരീരത്തിൽ വീഴും. പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് എൻ്റെ അമ്മയുടെ കണ്ണുനീരിലാണ് ഞാൻ മാമോദീസ മുങ്ങിയത്. ഞാൻ രൂപാന്തരപ്പെട്ടത് എൻ്റെ അമ്മയുടെ കണ്ണുനീർ കൊണ്ടാണ്. പിന്നീട് അഗസ്തീനോസ് പറയുന്നുണ്ട്, മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നുവെങ്കിൽ കുഞ്ഞുങ്ങൾ നിങ്ങളെ കരയിക്കും. ഇന്ന് അനേകം മാതാപിതാക്കൾ ഇന്ന് കടന്നു ചെല്ലുന്ന പല ഭവനങ്ങളിലും ഭവന സന്ദർശനമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അതേ പറയാനുള്ളൂ, എൻ്റെ അച്ഛാ എല്ലാം നേടിക്കൊടുത്തു, ആവശ്യമായ വിദ്യാഭ്യാസം നേടിക്കൊടുത്തു, നല്ലൊരു പെങ്കൊച്ചിനെയും കണ്ടുപിടിച്ചു കൊടുത്തു, എല്ലാം കൊടുത്തു. ഇന്ന് അവൻ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇന്ന് ഞങ്ങളെ തിരിഞ്ഞു. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നുവെങ്കിൽ കുഞ്ഞുങ്ങൾ നിങ്ങളെ കരയിക്കും. വീണ്ടും അദ്ദേഹം പറയുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നുവെങ്കിൽ കുഞ്ഞുങ്ങൾ നിങ്ങളെ കരുതും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന മാതാപിതാക്കളല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്ന മാതാപിതാക്കളാണ് ഇന്ന് ആവശ്യം. പണ്ട് പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. മുണ്ട് മുറുക്കി ഉടുത്ത് കലത്തിലെ കപ്പയുടെ ആ ചകിണി തിന്ന് ജീവിച്ച മാതാപിതാക്കളാണ് നമുക്കിന്നുള്ളത്. ആ ഒരു തലമുറ മാറി ഇന്ന് സുഭിക്ഷത കൂടി, സുഭിക്ഷതയിൽ ഇന്ന് ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നതിന് പകരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാനായിട്ട് സാധിക്കണം. ഇന്ന് കരയുന്നതിന് പകരം കരുതുവാനാണ് നമ്മൾ പരക്കം പായുന്നത്. എന്തിനാ? കുഞ്ഞുങ്ങളെ വളർത്തണ്ടായോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടായോ? ഇതിനു വേണ്ടി ഇന്ന് മനുഷ്യൻ പരക്കം പാഞ്ഞ് നടക്കുക. അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ, കണ്ണുനീരിൻ്റെ മനുഷ്യനായിരുന്നു നെഹമ്യാവ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, പ്രവൃത്തിയുടെ മനുഷ്യനായിരുന്നു. ഹി വാസ് മാൻ ഓഫ് ആക്ഷൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സന്നദ്ധമായി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. നാലാമതായിട്ട് നമ്മൾ കണ്ടു, ഹി വാസ് എ മാൻ ഓഫ് വിസ്ഡം. ദൈവ പരിജ്ഞാനത്തിൽ ഊന്നിയ ജീവിതം നയിച്ച ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടു, ഹി വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് കറേജ്. അതീവ ധൈര്യശാലിയായ ഒരു മനുഷ്യനായിരുന്നു. ശത്രുക്കൾ എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ശത്രു എൻ്റെ നേരെ വന്നാലും എനിക്ക് യാതൊന്നും ഏശുകയില്ല. ദൈവസന്നിധിയിൽ എനിക്ക് ലഭിച്ച ധൈര്യം, അത് ധൈര്യമായി ഞാൻ മുൻപോട്ട് നീങ്ങും എന്നുള്ള ഒരു ധൈര്യം. ആറാമതായി വീണ്ടും ഹി വാസ് മാൻ ഓഫ് സെൽഫ് ഡിനയൽ. അവൻ എല്ലാം ത്യജിച്ചുകൊണ്ട്, തനിക്ക് ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങൾ എല്ലാം ത്യജിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനായ നെഹമ്യാവ്. നമ്മുടെ ജീവിതത്തിലും ഈ നെഹമ്യാവ് നല്ല ഒരു മാതൃകയാണ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ സാധിക്കുക, അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃതമെന്ന് നാം മനസ്സിലാക്കുക. എത്ര കാലം ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നെഹമ്യാവിനെ പോലെ പ്രാർത്ഥനാ മനുഷ്യനായി, കരയുന്നവനായി, പ്രവർത്തിക്കുന്നവനായി, പരിജ്ഞാനത്തിൽ വളരുന്നവനായി, ധൈര്യത്തോടെ എല്ലാം ത്യജിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട MD യൂഹാനോൻ റമ്പാച്ചനോടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.